നമസ്കാരം. ജ്യോതിടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ പഠന പദ്ധതി എന്ന പരമ്പരയിലെ 4ാമത്തെ വീഡിയോയാണിത്. ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ സൂര്യൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചന്ദ്രൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ്. ജ്യോതിഷം പഠിച്ചു തുടങ്ങുന്നവർക്കും ജ്യോതിഷം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമുക്ക് ജ്യോതിഷികളുടെ കുലപതിയായ ശ്രീ വരാഹമിഹിരാചാര്യർ ചന്ദ്രനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. തനുവൃത്ത തനൂർ ബഹുമാതകഭ പ്രാജ്ഞച്ച ശശി മൃദുവാക് ശുഭദൃക്. ഹോരയിൽ ചന്ദ്രൻ്റെ സ്വരൂപം ഇങ്ങനെയാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭംഗിയുള്ളതും ഉരുണ്ടതുമായ ശരീരഘടനയോട് കൂടിയവനും വാദവും കഫവും അധികമായിട്ടുള്ളവനും ഭാവിഭൂത വർത്തമാനങ്ങളെ അറിയുന്നവനും വളരെ സൗമ്യതയോട് സംസാരിക്കുന്നവനും നല്ല നോട്ടമോ അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടോ ഉള്ള ആളുമായിരിക്കും ജാതകൻ. ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകം രാശിയിലോ ചന്ദ്രൻ്റെ മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവുമായ ഇടവം രാശിയിലോ ജനിക്കുന്നവർക്ക് ഈ ഫലത്തെ പറയാം. ചന്ദ്രൻ ലഗ്നത്തിൽ ബലത്തോടെ നിൽക്കുന്നവർക്കും ഈ ഫലത്തെ പറയാവുന്നതാണ്. ഇനി നമുക്ക് മന്ത്രേശ്വരൻ ചന്ദ്രൻ്റെ കാരകത്തെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. മാതൃസ്വസ്തി മനഃപ്രസാദം ഉദതി സ്നാനം സ്ഥിതം ചാമരം ഛത്രം സുവ്യജനം ഫലാനി മൃദുലം പുഷ്പാണി സസ്യം കൃഷിം കീർത്തിം മൗക്രികാംശരൂപ്യമധുര ക്ഷീരാദിവസ്രംഭുഗോ യോഷാബ്ദിം സുഖഭോജനം തനുസുഖം രൂപം വദേത് ചന്ദ്രത. ഇങ്ങനെയാണ് മന്ത്രേശ്വരൻ ഫലദീപിക എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ചന്ദ്രൻ്റെ കാരകത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ സുഖസംബന്ധമായ കാര്യങ്ങൾ ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അമ്മയുടെ സുഖം മാത്രമല്ല, ചന്ദ്രൻ മാതൃകാരകനാണ്. അതിനാൽ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചന്ദ്രനെ കൊണ്ട് വേണം ചിന്തിക്കേണ്ടത്. മനഃപ്രസാദം എന്ന് വെച്ചാൽ മനഃസുഖമാണ്. ജാതകൻ്റെ മാനസിക നിലവാരത്തെയും ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുക. മനസ്സിനെ സംബന്ധിക്കുന്നത് എന്തും ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. കാരണം ചന്ദ്രൻ മനകാരകനാണ്. ഉദതി എന്നാൽ സമുദ്രമാണ്. അപ്പോൾ ഉദതി സ്നാനം എന്ന് വെച്ചാൽ സമുദ്രത്തിലെ കുളി എന്നാണ് അർത്ഥമാക്കേണ്ടത്. ദേവപ്രശ്നത്തിൽ സമുദ്രത്തിലുള്ള ആറാട്ടിനെയും പറയാം. സ്ഥിതം എന്നാൽ വെളുത്തത് എന്നാണ്. അപ്പോൾ വെളുത്ത വസ്തുക്കളെ സ്ഥിതം എന്നതുകൊണ്ട് മനസ്സിലാക്കാം. ചാമരം എന്നാൽ വെൺചാമരം തന്നെയാണ്. ഛത്രം എന്ന് വെച്ചാൽ കുടയാണ്. സുവ്യജനം എന്നാൽ നല്ല വിശറി എന്നാണ് അർത്ഥം. ഫലാനി എന്നാൽ ഫലവസ്തുക്കളാണ്, അതായത് പഴവർഗ്ഗങ്ങൾ. മൃദുളം എന്നാൽ മൃദുവായത് എന്നാണ്. മൃദുവായ പദാർത്ഥങ്ങളെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. പുഷ്പാണി എന്നാൽ പുഷ്പങ്ങളാണ്. സസ്യങ്ങൾ, കൃഷികൾ ഇതെല്ലാം ചന്ദ്രനാണ് സൂചിപ്പിക്കുന്നത്. കീർത്തി എന്നാൽ സൽപ്പേരെന്നാണ്. മൗക്രികം എന്നാൽ മുത്താണ്. കാംസ്യം എന്നാൽ പിത്തള എന്ന ലോകമാണ്. ഓടുകൊണ്ടുള്ള പാത്രങ്ങളെയും കാംസ്യം എന്നതുകൊണ്ട് ചിന്തിക്കാം. രൂപ്യം എന്ന് പറയുന്നത് വെള്ളിയെയാണ്. മധുരമുള്ള വസ്തുക്കളെ ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. ക്ഷീരാദി വസ്രംഭുഗു എന്നാൽ പാലിനെയും വസ്ത്രത്തെയും വെള്ളത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രനും ശുക്രനും ജലഗ്രഹങ്ങളാണെന്നറിയാമല്ലോ. ഇതിൽ ജലസാന്നിധ്യമുള്ള വസ്തുക്കളെ ചന്ദ്രനെ കൊണ്ട് വേണം ചിന്തിക്കുക. പാലുള്ള മൃദുവായ മരങ്ങളെയും സൂചിപ്പിക്കുന്നത് ചന്ദ്രനാണ്. യോഷാബ്ദിം എന്നാൽ സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെയാണ്. ചന്ദ്രൻ സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്നു. കൂടാതെ നല്ല ഭക്ഷണം, ശരീരസുഖം, ഒരു വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ ആകാരം, ഇതൊക്കെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കണം. ഇതുകൂടാതെ ഔഷധങ്ങളെയും നെല്ല്, രാത്രി ഇവയെയും ചന്ദ്രൻ സൂചിപ്പിക്കുന്നു. രക്തത്തിൻ്റെ കാരകത്വവും ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട ചില കാരകത്വങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ചന്ദ്രൻ്റെ മറ്റു സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.